ഗുരുവായൂർ എത്ര തവണ പോയാലും വീണ്ടും വീണ്ടും ചെല്ലാനായി പ്രേരിപ്പിക്കുന്നൊരിടം. പടിഞ്ഞാറേ നടയിലൂടെ ചുറ്റമ്പലത്തിനകത്ത് കയറി ഞങ്ങൾ ഭഗവാനെ കണ്ടു. പുറത്തിറങ്ങിയിട്ട് ഒന്ന് വലം വയ്ക്കാൻ തീരുമാനിച്ചു. നല്ല വെയിലത്തും അമ്പലക്കുളം നോക്കി നിൽക്കാൻ ഞങ്ങൾ മറന്നില്ല. വടക്കേ നടയിലെത്തിയപ്പോൾ പ്രസാദോട്ടിന് നല്ല ക്യൂ ആയിരുന്നു. അന്നാണെങ്കിലോ പേ പാർക്കിങ്ങിൽ പോലും കാറ് നിർത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്ക്. അതുകൊണ്ട് നാലമ്പലത്തിലേക്ക് പോലും ആരും കയറ്റിയിരുന്നില്ല. കിഴക്കേ നടയിലൂടെ ഭഗവാനെ നോക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് നിറയും. സാധാരണ ഞങ്ങൾ സന്ധ്യയ്ക്കാണ് അമ്പലത്തിൽ വരാറ്. അപ്പോൾ ഈ ദീപസ്തംഭമൊക്കെ കത്തിച്ച് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ കിഴക്കേ നടക്കിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത്. എപ്പോൾ ഇവിടെ വന്നാലും വിഘ്നേശ്വരനൊരു തേങ്ങ ഉടക്കൽ പതിവാ. ഇപ്രാവശ്യം അത് തെറ്റിച്ചില്ല. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്കാണ് പോയത്. ഏതോ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ പ്രോഗ്രാം കാണാൻ നിന്നില്ല കേട്ടോ. എൻ്റെ അരങ്ങേറ്റം ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഞങ്ങളങ്ങനെ നടന്നു. വൈകിട്ടാണെങ്കിൽ ഈ തെക്കേ നടയിൽ ആനകളെ കെട്ടുന്ന സ്ഥലത്ത് ആനകളെ നിറയെ കാണാം. ഇപ്പോൾ ഇവിടെ ആനയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ ഷീറ്റാക്കിയത് വാങ്ങിച്ച് ഞങ്ങൾ പടിഞ്ഞാറ് നടയിൽ തന്നെ തിരിച്ചെത്തി. കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്നു. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.